അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പുതിയ വണ്ടി എടുക്കാനായിട്ട് ഷോറൂമിലേക്ക് ഇറങ്ങുവാണ്. കുറേ വർഷമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മൾ 2 വണ്ടി മേടിച്ചു. രണ്ടും സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മാത്രമേ ഞങ്ങൾക്ക് മേടിക്കാൻ കഴിവുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ആ വണ്ടി വെച്ചിട്ട് തന്നെ ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ആറ്റോ ആയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണ്. ഇവനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇവനെയും നമ്മുടെ 800ഉം എല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ പുതിയ ആ ഒരു വണ്ടിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ കൂടെ ഇവൻ കാണും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. തൊട്ടടുത്ത് 100 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അടുത്തായിട്ട്. 3, 2, 1. നമുക്ക് A-to-Z കാര്യങ്ങൾ ചെയ്തു തന്നത് നമ്മുടെ സുബിൻ ബ്രോയാണ്. നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സ് അല്ലേ? ഇൻഡസ് മോട്ടോഴ്സ് ആണ്. അതായത് സത്യം പറഞ്ഞാൽ വണ്ടി ജസ്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ചെന്നത് അല്ലേ? നോക്കാൻ വേണ്ടി ചെന്നതാണ്. ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഡീലിങ് കാര്യങ്ങളും ഒക്കെ കണ്ടു. അത്യാവശ്യം നമുക്ക് ഓഫറും കാര്യങ്ങളും എല്ലാം നല്ല റേറ്റിനാണ് കേട്ടോ എനിക്ക് വണ്ടി തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ബുക്ക് ചെയ്തു. കൃത്യം 2 ആഴ്ച എടുത്തു. 2 ആഴ്ച കൊണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് വൈറ്റ് കളർ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പുറകെ പറഞ്ഞുതരാം. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ അത് കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മുടെ സുബിൻ ബ്രോയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് റേറ്റിന് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് ബെസ്റ്റ് റേറ്റിന് കൊടുക്കണം. നല്ല റേറ്റിന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇനി നമുക്ക് വിശദമായിട്ട് അങ്ങ് പരിചയപ്പെട്ടേക്കാം. ആദ്യം തന്നെ പറയാം, നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മാരുതിയുടെ സ്വിഫ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള വണ്ടിയാണ്. ബേസ് വേരിയൻറ്റ്, അതായത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള LXi ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് LXi എടുത്തതെന്നുള്ള കാര്യം പറയാം. നമുക്ക് ഈ വണ്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്വിഫ്റ്റുകളിൽ ഒന്നാക്കി ഇതിനെ നമ്മൾ മാറ്റിയിരിക്കും. നമ്മുടെ സെൻ അറിയപ്പെടുന്ന പോലെ നമ്മൾ ഇതിനെ മാറ്റിയിരിക്കും. ആ ഒരു രീതിയിലേക്ക് പണിയാനായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഇതിനകത്ത് വരുന്ന ഓരോരോ മാറ്റങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബേസ് വേരിയൻ്റ് തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങളിൽ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഇവ സ്വിഫ്റ്റ് എടുത്തത്, ഇവന് വേറെ വണ്ടി ഒന്നും കിട്ടിയില്ലെന്ന്. അതായത് നമ്മൾ യുവാക്കൾ, അതായത് യൂത്തന്മാരുടെ മനസ്സിൽ എപ്പോഴും മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പുമായിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ബമ്പർ സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ചെയ്യിച്ചു കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, MVD പുറകെ ഓടിച്ചിട്ട് പിടിക്കും. പക്ഷേ ഇത് കമ്പനി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഈ ഒരു വണ്ടി കൊണ്ടു നടക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ സാധാരണ അത് വരാത്തതാണ്. ഏകദേശം ഒരു 12,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. ഈ ഒരു ബമ്പർ സ്കേർട്ടിങ് വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഗ്രില്ല് വരുമ്പോഴത്തേക്കും ഗ്രില്ല് നമ്മുടെ ഗ്ലോസി തന്നെയാണ്, കമ്പനി തന്നെ നൽകുന്ന ഗ്ലോസി ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളങ്ങനെ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല. സ്റ്റോക്ക് വരുന്ന ഹാലോജൻ ഹെഡ്ലൈറ്റ് ആണ്. പക്ഷേ കമ്പനി തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്മോക്കി എഫക്റ്റ്, അതായത് നിങ്ങൾ കാണും, ഇപ്പോൾ മനസ്സിലാവും, ഹെഡ്ലൈറ്റ് ഒക്കെ ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ കമ്പനി തന്നെ നൽകിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കമ്പനി തന്നെ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്തു തരുന്നുണ്ട് നമ്മുടെ സ്വിഫ്റ്റ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡിൽ നമ്മളിത് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബമ്പർ സ്കേർട്ട് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ 14 ഇഞ്ചിൻ്റെ വീൽ കപ്പ്, അതായത് നമ്മുടെ സ്റ്റോക്ക് ഡ്രം ആണ് കിടക്കുന്നത്. നമ്മൾ ഉടനെ തന്നെ കൃത്യം പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളിത് മാറ്റി 16 17 ഇഞ്ച് അലോയ്സിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് വേണം, 16 വേണോ 17 വേണോ? നിങ്ങൾ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക, 16 വേണോ 17 വേണോ എന്ന്. ഇപ്പോൾ ഫാമിലി യൂസ് ആണ്, അത്യാവശ്യം ലോങ് കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഏതാണ് കംഫർട്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്കാണ് കിടക്കുന്നത് കേട്ടോ, 14 ഇഞ്ച് സ്റ്റോക്കാണ് കിടക്കുന്നത്. നമ്മളൊരു വീൽ കപ്പ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ ഒരു ഡോർ ഹാൻഡിൽ കണ്ടോ, ഈ ഒരു ഡോർ ഹാൻഡിൽ അതേപോലെ തന്നെ ഈ കാണുന്ന മിററിൻ്റെ കവർ, ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ഗ്ലോസി അടിച്ചിട്ടുണ്ട്, അതായത് ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. സാധാരണ വരുന്നത് മാറ്റ് ഫിനിഷ് ആണ്, ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഗ്ലാസ് കവറും അതേപോലെ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിലുമാണ് വരുന്നത്. അത് നമ്മൾ മാറ്റി ഗ്ലോസി ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൽ നമ്മൾ നമ്മുടെ ബമ്പർ സ്കേർട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല, ആ ഒരു രീതിയിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്ന ടെയിൽ ലാമ്പ്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചുള്ള ഒരു ടെയിൽ ലാമ്പും കാര്യങ്ങളും കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഡീഫോഗറുള്ള നമ്മുടെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബേസ് വേരിയൻ്റ് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഉൾവശം എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മുടെ ബേസ് വേരിയൻറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ ചെയ്യുന്നത് അടിപൊളി കിടിലൻ ഒരു ഓഡിയോ സിസ്റ്റം ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുത്തൻ കവർ ഇതൊന്ന് പൊളിച്ച് മാറ്റിയേക്കാം. നമ്മുടെ സ്റ്റിയറിംഗ് കണ്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതൊക്കെ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് മാറുന്നുണ്ട്. ഗിയർ നോബൊക്കെ നമ്മുടെ നോർമൽ സ്റ്റോക്ക് ആണ്. ഇവിടെ സാധാരണ കമ്പനി വരുമ്പോഴത്തേക്കും ഗ്ലോസിയൊക്കെ വരുന്നത്, അതൊന്നും വരുന്നില്ല. ബേസ് വേരിയൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ മാറും. അതേപോലെ നമ്മുടെ വണ്ടിയുടെ സീറ്റ് നമ്മൾ ബക്കറ്റ് സീറ്റ് ആക്കും. ഫ്ലോർ മാറ്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്യും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാനുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ഡോറിൽ സ്പീക്കർ ആഡ് ചെയ്യാനുണ്ട്, സബ് കയറ്റാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ. പിന്നെ ഈ ഒരു AC കൺട്രോളൊക്കെ നോക്കിയേ, എന്ത് പ്രീമിയം നോക്കിയാൽ. ഇതൊക്കെ നമ്മുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ഇത് വരുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ല. അതിന് പകരം നമുക്ക് ഇവിടെ മാക്സൈസ് എന്നൊരു ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. പൈസ വരുന്നതനുസരിച്ച് നമുക്ക് ഇതിൽ ഫോൾഡബിൾ മിറർ, അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഡോർ പാഡൊക്കെ ഉണ്ട്. ആ ഡോർ പാഡ് കാണിച്ചു കൊടുത്തേ. ആ ഡോർ പാഡിൽ ആ ബട്ടൺസിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഗ്ലോസിയൊക്കെ ആക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ ഓരോന്നേരം നമുക്ക് മേടിച്ച് പൈസ വരുന്നതനുസരിച്ച് നമുക്ക് കയറ്റാൻ സാധിക്കും. പിന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്റർ ഉണ്ടോ, മീറ്റർ ക്ലസ്റ്ററൊക്കെ നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ഒരു ഫാമിലി കാർ എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഓടിക്കാനാണെങ്കിലും എല്ലാം പക്കയാണ്. ഒരു കാരണവശാലും പൈസ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇതൊക്കെ മേടിക്കുന്നതെന്ന് വിചാരിക്കരുത്. സാധാരണക്കാരനായിട്ട് തന്നെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏകദേശം ഒരു 2-3 വർഷത്തെ എൻ്റെ സമ്പാദ്യമാണ്. അതായത് ചാനൽ തുടങ്ങിയ കാലം തൊട്ട് വരുമാനം കിട്ടിയ സമയം തൊട്ട് തന്നെ ചെറിയ എമൗണ്ട് സ്വരൂപിച്ച് ആണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത്. എനിക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട്, പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം ഒക്കെ. അപ്പോൾ എല്ലാം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അനിയനൊരു കാറുണ്ട്, എൻ്റെ ചേട്ടനൊരു കാറുണ്ട്. രണ്ടുപേരും വിളിച്ച് ചോദിച്ച് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ സൗകര്യം നോക്കിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഇപ്പോൾ ആരുടെ അടുത്തും ചോദിക്കേണ്ട. കാരണം വെച്ചാൽ ആരും അവരാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, നീ എടുത്തോണ്ട് പൊക്കോ എന്ന് തന്നെയാണ് എന്നോട് പറയുന്നത്. പക്ഷേ അവർക്ക് അവരുടേതായ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് വരേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതുകൊണ്ട് ഇവർ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഫ്രെയിം വന്നിട്ടുള്ളൂ. ഞാൻ ഒന്നുമില്ലാതിരുന്ന സമയം തൊട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിയൻ സാമി, അതേപോലെ നമ്മുടെ സായണ്ണൻ, നമ്മുടെ ചിക്കുവിനെ കുറിച്ച് പറയേണ്ടതില്ല, നമ്മുടെ എല്ലാ വീഡിയോസിലും. അതെ, ചിങ്കി. എനിക്കൊരു വണ്ടി ഇല്ലാതിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ വണ്ടി ഉണ്ട്, പക്ഷെ നമുക്ക് അതും കൊണ്ട് ലോങ് പോകുന്ന കാര്യം പോസിബിൾ അല്ല. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എൻ്റെ കൂടെ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തത് ഇവരാണ്. അപ്പോൾ നമ്മുടെ ആറ്റത്തിനും 800നും തരുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും നമ്മുടെ സ്വിഫ്റ്റിനും തന്നിരിക്കണമെന്നല്ല, തരണം അല്ലേ. അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്താണായിക്കോട്ടെ, വെള്ള വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതിൽ ടെക് ക്യാച്ചർ ഉണ്ടാവും എന്ന് നിങ്ങൾ ഓർക്കണം. ആ ഒരു കണ്ണിലൂടെ നിങ്ങൾ കാണണം, നോക്കണം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിർത്തി നിങ്ങളോട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നെ അടുത്തറിയാവുന്ന സബ്സ്ക്രൈബേഴ്സിന് എല്ലാം അറിയാവുന്നതാണ്. എതിരെ വരുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ ലൈറ്റ് അടിച്ച് കാണിക്കുമ്പോഴും ഹോൺ അടിക്കുമ്പോഴും ഒക്കെ തിരിച്ച് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ വരുന്നതായാലും നമ്മൾ ചെയ്യാറുണ്ട്, കൈവക്കി കാണിക്കാറുണ്ട്. ആ ഒരു സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങളാണ് ഇനി വണ്ടിയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്, അല്ലേ അമ്മി? അല്ല, അതല്ല, ഞാൻ ആറ്റത്തിലും 800ലും ഇതുപോലെ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാനില്ലായിരുന്നു. അതെ, ഇനിയിപ്പോ ആമി കാണാൻ പോണതാണ്. കാണണത് എന്തൊക്കെയാണ് ഇവര് ചെയ്യുന്നത് കാണണം. അതായത് ഇനിയിപ്പോ നമ്മുടെ വണ്ടി എടുത്ത സമയത്തായിക്കോട്ടെ, നമ്മുടെ ഷോറൂമിലുള്ള ആൾക്കാർ പറഞ്ഞു തരണം, ഇനി ഫസ്റ്റ് സർവീസിന് വരുമ്പോ ഈ വണ്ടി ആയിരിക്കത്തില്ല വരാൻ പോണത്, വേറെ ലെവലിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാവണം കൂടെ. ഓരോന്നോരോന്നായിട്ട് കണ്ടേക്കാം. നമ്മുടെ ചാനലും പേജും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക, കൂടെ കൂടിക്കോ, നമുക്ക് അങ്ങോട്ട് തകർത്തേക്കാം, അല്ലേ? അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും സ്മി ഗോവിന്ദ ആൻഡ് ആമി സൈനിങ് ഔട്ട്.